ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. രഞ്ജിത്ത് പോവാണ്, എല്ലാ വ്ളോഗിന്റെ അത് രഞ്ജിത്ത് പോവാണ്. ഇതെവിടെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുവാണ്. ചക്കു വേറെ അറിയോ? ചക്കുനെ കാണിച്ചില്ലല്ലോ. വേറെ അറിയൂ? ഹലോ, സേ ഹായ്. ഹായ് ടു എവരിവൺ. ചക്കു സേ ഹായ്. സോ നമ്മള് എവിടെ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കില്, എവിടെയാടാ പോണേ? സ്കോട്ട്ലൻഡ്. എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റ് ആണ്. 4 വർഷം UK താമസിച്ചിട്ട് നമ്മൾ സ്കോട്ട്ലൻഡിൽ പോയിട്ടില്ല. അപ്പോ ഞാൻ ഇറങ്ങാൻ നേരത്ത് എനിക്ക് ഒരു പാഴ്സൽ വന്നു. ഞാൻ തന്നെ മറന്നുപോയായിരുന്നു. എനിക്കൊരു ബാഗ് ഓൺലൈനിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തായിരുന്നു. കറക്റ്റ് സമയത്തിന് ഇന്ന് വന്നത് കൊണ്ട് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അത് തിരിച്ചു പോയി പിന്നെ വീണ്ടും ഞാൻ അവരെ ട്രാക്ക് ചെയ്ത് വിളിച്ച് വരുത്തേണ്ട വന്നേനെ. സോ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ആ ബാഗ് കാണിക്കാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കളറാണ്, നിങ്ങൾക്കറിയാം, ഗ്രീൻ ആണ് എൻ്റെ ന്യൂ ഫേവറേറ്റ് കളർ. സോ ടെഡി ബ്ലേക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അവര് ന്യൂയോർക്കിലുള്ള ഒരു ബ്രാൻഡാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ. എങ്ങനെയുണ്ട് ഈ ബാഗ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അതായത് ഇവന്മാരുടെ കൂടെ പോകുമ്പോ ഈ ബാഗും കൊണ്ടും കാര്യമില്ല. നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഇപ്പൊ രഞ്ജിത്ത് സമ്മതിക്കുവാണെങ്കിൽ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി പബ്ബിൽ പോവോ? UK വന്ന സ്ഥിതിക്ക് നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ ഫ്രണ്ട്സ്? നിങ്ങൾ പറ. എന്റെ മൂത്തവൻ അവിടെ തന്നെ കണ്ണു വിളിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ബാഗ്? അടിപൊളിയല്ലേ? ഐ ലൈക്ക് ഇറ്റ്. ചക്കു, അമ്മയുടെ പുതിയ ബാഗ് ഇഷ്ടമായ? ഓപ്പൺ ദിസ്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണേ? ഇവിടെ ഞെക്കണായിരിക്കും. മാറ്റി കളയട്ടെ. ഓ, അകത്ത് നല്ല വെൽവെറ്റ് ആണ് കേട്ടാ. ഇവിടെ ചെറിയൊരു വലുതുണ്ട്. അവരുടെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് 5 മണിക്കൂർ 24 മിനിറ്റ് ഉണ്ട്. Russell Drive, A609. Continue on A609 for half a mile. ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഹൈവേയിൽ പോവാണ്. നമ്മുടെ ഈ കാറിന്റെ സ്പീഡ് കണ്ടോ? ഇവിടെ സ്പീഡ് കൂടുന്നു. നിങ്ങളിപ്പോ കാലം കൊടുത്തിട്ടില്ലേ? 70. അപ്പൊ ഈ ഫ്രണ്ടില് സെറ്റ് ചെയ്തിട്ട് പതിയെ സ്ലോ ആവും. അത് കൊള്ളാം അല്ലേ? കാശ് കുറവാണോ ട്രാവൽ ലോഡ്ജ്? ഗ്രെഗ്സ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 1 അവർ കഴിഞ്ഞ കേട്ടോ ഫ്രണ്ട്സ്. ചക്കു ആകെ ചക്കുകൂട്ടൻ നല്ല മോനായിട്ട് ചിക്കൻ എന്തോ ഒരു പപ്സ് പോലത്തെ ഒരു സംഭവം മേടിച്ചു. തത്വം എന്താ വാങ്ങിച്ചേ? നമ്മുടെ ദീപാന്റി ഉണ്ടാക്കി തന്നെ എക്ലെയർ ആണോ അത്? യമ്മി ചക്കു. ബ്ലോക്കാണ് ഗൈസ്. 11 മിനിറ്റ് ആണ് ബ്ലോക്ക്. അതന്നെ നമുക്ക് കാണാനല്ല ബ്ലോക്ക് ആണോ? അടിപൊളി. സൂപ്പർ ബ്ലോക്കാണ്. നേരത്തെ ഒരു 12 മിനിറ്റ് ബ്ലോക്ക്. പറയുമ്പോ ലെഗ് സ്പേസ് കുറവാ. കാലൊക്കെ നല്ല വില എടുക്കുന്നുണ്ട്. നേരത്തെ നമ്മള് ലണ്ടനിൽ നമ്മൾ ഒരെണ്ണം ഹയർ ചെയ്തില്ലേ? അത് ഏത് കാറായിരുന്നു? നല്ല കാറായിരുന്നു അത്. നമ്മള് ഹയർ ചെയ്യുമ്പോ പിന്നെ അവിടെ ഉള്ള കാറല്ലേ കിട്ടത്തുള്ളൂ. അതല്ല, ഞാൻ എനിക്ക് അപ്ഗ്രേഡ് വന്നു. ഞാൻ ഓട്ടോമാറ്റിക് അല്ല വെച്ചത്, ഞാൻ മാനുവൽ വെച്ചത്. ഓട്ടോമാറ്റിക് വന്നു ഇത്. പക്ഷെ കാറ് ഇതിന്റെ തന്നു. നല്ല കാലുവേന ഉണ്ട്. ഫുൾ ബ്ലോക്ക്. എത്ര നേരമായി ബ്ലോക്കായി കിടക്കുന്നു. മാവൻ ചക്കപ്പൻ ഉറങ്ങിപ്പോയി. ഇവിടെ നമ്മള് സ്നാക്സ് ഒക്കെ പൊട്ടിച്ചടി തുടങ്ങി. കരച്ചിലായി അനു. അയ്യ, ഫ്രണ്ടിൽ ആ കാർ ഇങ്ങോട്ട് ചാടോ ചക്കു നമ്മുടെ മേത്തേക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ വീടുകളൊക്കെ കാണാൻ.
നമ്മള് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, അത് കാണാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോ പറയാം അട്രാക്ഷൻ ആണോ മാപ്പ് നമ്മളെ കൊണ്ടുവന്നു. ഗൂഗിൾ ഗ്ലാസ് ഡൗൺ ചെയ്യട്ടെ. നോക്കതേ നിറയെ ബേർഡ്സ് അവിടെ. സൂപ്പർ. അങ്ങോട്ട് നോക്കണ, ലെഫ്റ്റ് നോക്ക്, നിറയെ ബേർഡ്സ്. അതിന്റെ മുകളിലൊരു ഫ്ലൈറ്റ്. ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്, സോ ക്യൂട്ട്. ഓ എന്ത് നല്ല ഭംഗിയുള്ള നീല കളറ്. വഴി മാറിപ്പോയെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പ് നമ്മളെ പറ്റിച്ചാ. ഇതായിരിക്കും കാരണം ഇത് റോഡുണ്ടല്ലോ. സോ ഇനി എത്ര ദൂരം കാണിക്കണ്ടേ? ചക്കു നോക്ക്, നല്ലൊരു വെള്ളം അത്യാവശ്യമായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി സ്റ്റാർബക്സ് ആണ് കേട്ടോ. ഇത് എവിടെയാണോ എന്തോ. ചോക്ലേറ്റ് ആണോ? ബിഗ് ചോയ, ബിഗ് ലാറ്റെ. ഇറ്റ്സ് റെഗുലർ ലാറ്റെ ചക്കു. ഒരുത്തൻ എന്ത് കഴിച്ചാലും താഴെ അവന് മേത്താക്കാന്ന്, അല്ലെങ്കിൽ അവന് പറ്റില്ല. മൈ ബാഡ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ആ ലാറ്റ് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. അതും കൊള്ളത്തില്ല. സ്കൈ നോക്ക്, നല്ല ഭംഗിയുണ്ട്. കടല് കണ്ടോ? സീ കണ്ടോ ചക്കോ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഇനി ഇവിടെ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എഡിൻബറ എത്തും. അവിടെ രഞ്ജിത്തിന്റെ സ്കൂൾമേറ്റ് അല്ല, കോളേജ് മേറ്റിന്റെ പിന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. എന്താ റെസ്റ്റോറന്റ് പേര്? ആവാഫി, അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാ പോകുന്നത്. അപ്പൊ ഞാൻ അത് കാണിക്കാലോ. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ പോയി നല്ല പൊറോട്ടയും ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റാന്ന്. ഓക്കെ, നമുക്ക് എഡിൻബറയ്ക്ക് പോവാം. ഓ നല്ല ഭംഗിയുണ്ടല്ലേ, നോക്കടാ. വേണമെങ്കിൽ അച്ചാപ്പന് ഇവിടെ നിന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റും. മൂന്നാല് റോഡില്ലേ, അതുകൊണ്ടായിരിക്കും. In a quarter of a mile, at the roundabout, take the 3rd exit and stay on the City of Edinburgh bypass, A720. ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. പൊറോട്ട, ബീഫ് ചിക്കൻ കറി, ചില്ലി ചിക്കൻ, ചായ, പൊറോട്ട. വേറെന്ത് വേണം? നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതും സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ നമ്മുടെ നാട്ടിലെ ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാവരും നമ്മൾ ഒത്തിരി അധികം എന്താ പറയുക വെൽക്കം ചെയ്തു. വി റിയലി ഹാഡ് എ ഗുഡ് ടൈം. നമ്മള് ജസ്റ്റ് കേറി വന്നതും നമ്മുടെ റൂമായിരുന്നു. 106 നോക്കിയതും ഒരാൾ ടയേർഡായിട്ട്. സോ ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്. വെരി ഗുഡ്. ഇതാണ് വാഷ്റൂം, ബാത്ത് ടബ് ഉണ്ട്. നൈസ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അയ്യോ, സോക്സ് ഇട്ട കയറിയാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. വലിയ അസ്റ്റ. കൈ കൊണ്ട് ഇതൊക്കെ എന്തിനാടാ?
നൈഫും ഫോർക്കും വന്നിട്ട് അവൻ നോക്കി. ആദ്യം അവൻ ട്രൈ ചെയ്തു കേട്ടോ. അവനെ കൊണ്ട് പറ്റില്ല എന്ന് കണ്ടപ്പോ അവൻ അത് വെച്ച് കൈ കൊണ്ട് കഴിക്കും. കിഡ്സ് ഓഫർ ഒരു വെറും 1 പൗണ്ടിന് 3 പാൻ കേക്ക് കിട്ടി. ഈ സെയിം പാൻ കേക്കും അതെ, ഒരു ബനാനയും പിന്നെ ഒരു ജ്യൂസും കിട്ടി. നമ്മൾക്ക് അഡൽട്സിന് 3 പൗണ്ട്സ്. ഇത് എനിക്കാ, പക്ഷെ സോസേജ് ഞാൻ കഴിക്കില്ല. അങ്ങനെ എനിക്കറിയാം. ഹാഷ് ബ്രൗൺസ് പിന്നെ വെയിറ്റേറിയൻ പറഞ്ഞു ഹോസ്റ്റലിൽ കഴിക്കാത്ത ആള്. ചിക്കൻ എങ്ങനെ രാവിലെ കഴിക്കാം. അപ്പൊ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കോട്ട്ലൻഡിൽ വന്നിട്ട് എവിടെയും കാണാനൊന്നും പോയില്ല. നമ്മളൊരു ആസ്ട്രേലിയ സെയിൻസ്ബറിയിലൊക്കെ പോയി. അപ്പം നമ്മൾ ക്യൂൻ എലിസബത്തിന്റെ ഒരു ഷിപ്പാണോ എന്താണ്, യോട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ക്യൂൻ എലിസബത്തിന്റെ ഒരു യോട്ടുണ്ട്, അത് കാണാനായിട്ട് പോവാണ്. അത് വളരെ ഹിസ്റ്റോറിക്കൽ ഫേമസ് ആയിട്ടുള്ള ഒരു യോട്ടാണ്. അവൻ നിർത്തിയ ചക്കു പിയാനോ വാങ്ങിച്ചോ? പറഞ്ഞല്ലേ ചക്കു പിയാനോ നോക്കാതെ പിയാനോ പ്ലേ ചെയ്യുന്നത്. എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നൊക്കെയാണ് പിയാനോ. Oh yeah, I just remember. Burger. We reached Ocean take a left Terminal. നമ്മള് ഇവിടെ കാറ് പാർക്ക് ചെയ്തു. നമ്മള് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇതും എനിക്കങ്ങനെ ബാക്കിലുള്ളത് ആ ഫ്ലാഗ് ഉള്ളതാണ് കേട്ടോ. അതാണ് കപ്പലിൽ കയറാമോ? ചക്കുന്നേലും ഉണ്ടോ ഓഡിയോ. I see the captain, the Chakku. Oh, yes. ഇതാണോ ക്യാപ്റ്റൻ ഭരത് ആണോ? ക്യാപ്റ്റൻ ഭരത്? അയ്യോ. സോ ഈ ക്യാപ്റ്റന് മാത്രമേ ചെയർ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെയർ ആണത്. ബാക്കി എല്ലാരും ഇവിടെ നിക്കണായിരുന്നു. ബാക്കി എല്ലാരും നിന്ന് പോണായിരുന്നു. ഇയാൾക്ക് മാത്രമേ, ക്യാപ്റ്റന് മാത്രമേ ചെയർ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അയാളുടെ വ്യൂ. ഇങ്ങനെ ഇരുന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഇത് സിഗ്നൽ ഫ്ലാഗ്സ് ആണ് കേട്ടോ. ആൽഫ എന്ന് പറഞ്ഞ ഈ ഫ്ലാഗ് കാണിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് എ ഡ്രൈവർ ഡൗൺ, കീപ് വെൽ ക്ലിയർ അറ്റ് സ്ലോ സ്പീഡ്. ജൂലിയറ്റ് എന്ന് പറഞ്ഞ ഫ്ലാഗ് ആണെങ്കിൽ ഐ എം ഓൺ ഫയർ ആൻഡ് ഹാവ് ഡേഞ്ചറസ് കാർഗോ ഓൺ ബോർഡ്, കീപ് വെൽ ക്ലിയർ ഓഫ് മീ. പപ്പ? വാട്ട് ഈസ് പപ്പ? Papa, all persons should report on board as the vessel is about to proceed to sea. കൊള്ളാല്ലേ? കുറേ അങ്ങനെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ വന്നോണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അടിപൊളി. ഇതൊക്കെ എന്നാ ഇന്ത്യയുടെ എന്തുവാ? I am alerting my course to port. ഫ്യൂവൽ ടാങ്ക് ആണോ അത്? ആയിരിക്കും അല്ലേ? ഇവിടെ നിങ്ങൾ പ്ലേ ചെയ്തോ? ഇവിടെ ഇത് എന്നാന്നൊക്കെ പ്ലേ ചെയ്ത് നോക്കിയാ? എന്തുവായിരുന്നു? സിഗ്നൽ പിടിക്കാനുള്ള ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് 3ാമത്തെ നിലയിൽ നിന്ന് സ്റ്റെപ്സ് വഴി ഇറങ്ങി താഴേക്ക് എത്തി. പോർട്സ്മൗത്തിൽ ആണ് പോയത് ലാസ്റ്റ് ടൈം. നമ്മളീ പോകുന്ന ക്യൂൻ എലിസബത്ത് പോയ ഷിപ്പാണെന്ന് ഓർക്കണം. പിന്നല്ല. ഇതാണ് കമാൻഡറിന്റെ റൂം, ബെഡ്റൂം. ഓ എന്റെ അമ്മ, ഇതിന്റെ അകത്ത് നല്ല ഡൈനിങ് ടേബിളും. അഡ്മിറലിന്റെ റൂം അല്ലേ? ഇവര് 4 പേരുമായിരുന്നു അല്ലേ? അവരുടെ ഓഫീസ് റൂം ആണ്.
ബാത്റൂം. അതെ അവൻ പോയി ഇറ്റ്സ് ഓപ്പൺ. ഓ ഇത്രയും അടിപൊളി ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, കൊള്ളാം. എന്നിട്ട് വ്യൂവോ ചുമ്മാ രാവിലെ എഴുന്നേൽക്കുമ്പോ അവരുടെ വ്യൂ ഇത്. കപ്പലിൽ പോവും, അപ്പൊ നല്ല ഇങ്ങനെ കടലൊക്കെ കണ്ട് പോവാലോ. എന്താണല്ലേ അത് കൊള്ളാലോ. സിനിമയിലൊക്കെ കാണാൻ കൊള്ളാം. റിയൽ ലൈഫിൽ ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യണല്ലേ, നീന്തൽ പോലും അറിയത്തില്ല, പെട്ടു. സിനിമയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. റിയൽ ലൈഫിലേ നീന്താൻ പോലും അറിയില്ല. അത് നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് പോയി കടലിൻ്റെ അകത്തെങ്ങാനും പെട്ടുപോയാൽ. ക്യൂൻ യൂസ് ചെയ്തിരുന്ന ലാൻഡ് റോവറാണിത്. അപ്പോൾ ഇവരെവിടെയെങ്കിലുമൊക്കെ ഒരു ഷോറിൽ എത്തിക്കഴിയുമ്പം ഇതിങ്ങനെ ഈ യോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് അവർ കോമൺവെൽത്ത് ടൂറിനൊക്കെ പോയപ്പോൾ യൂസ് ചെയ്തിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. ഈ ഓഡിയോ ഗൈഡ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത് ക്യൂൻ്റെ ബെഡ്റൂമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അത് പ്രിൻസ് ഫിലിപ്പും ക്യൂനും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ബെഡ്റൂം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മറ്റേ ഇതിൻ്റെ അകത്ത് കയറിയോണ്ട് നമുക്കൊരു ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നു. ഇതൊരു ജാസ്മിൻ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഐ പ്രിഫർ ഹോട്ട് ചോക്ലേറ്റ്. കൊള്ളാം, നല്ല നല്ല വാമാണ്. ഇതിൻ്റെ അകത്ത് പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമുണ്ട്. ആക്ച്വലി കപ്പലിൽ താമസിക്കുമ്പോൾ ഇടയ്ക്ക് ഹോട്ടലിൽ പോകുന്ന ഇവിടെ നിന്ന് കഴിക്കും. ആക്ച്വലി കപ്പലിൽ താമസിക്കുമ്പോൾ ഇടയ്ക്ക് ഹോട്ടലിൽ പോകുന്ന ഇവിടെ നിന്ന് കഴിക്കും. റെസ്റ്റോറൻറ്റിൽ പോകുന്നു. ഓർഡർ ചെയ്ത് കൂടെ ഒരു അരിപ്പയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാ? സോ ഇതെന്റെ ചോക്ലേറ്റ് ആണ്. എന്ത് ഡിസൈൻ ആണിത്? സോ ഇതെന്ത് വരങ്ങിട്ട് സ്കോൺ നമ്മൾ കട്ട് ചെയ്യുക ഇങ്ങനെ. ഇത് ക്ലോട്ടഡ് ക്രീമാണ്. ക്ലോട്ടഡ് ക്രീം റോഡ്സ് എന്നുള്ള ഇതിന്റെ ബ്രാൻഡിന്റെയാണ്. റോഡ്സ് എന്നൊരു സാധനം അതിന്റെ ക്ലോട്ടഡ് ക്രീമാണ്. സോ യു ഹാവ് ടു പുട്ട് ദ ക്ലോട്ടഡ് ക്രീം ലൈക്ക് ദിസ്. ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറത്ത് ജാമും ഈ ക്രീമും തേക്കുക, ഇത് കഴിക്കുക. അവൻ ഐസ്ക്രീം ഓർഡർ ചെയ്തു. നിന്റെ സാൻഡ്വിച്ച് എന്തോ വന്നില്ലല്ലോ. ഇവൻ സ്ട്രോബെറിയിലോട്ട് വീഴുവാണ്. ആണോ? ഇത് മേത്തിട്ടിട്ട് നേരത്തെ വീട്ടാണ്ട് കഴിച്ചോ. ഇവനൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. ഇവന് മാത്രം ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അടിപൊളി പിയാനോ. നൈസ്, നല്ല വാഷ്റൂം. നോക്കിയ മിററ്. കൊള്ളാം. ഹോട്ടലും കോളൊന്നും കയറി വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നോട്ടിംഗ്ഹാമിലേക്കാളും തണുപ്പാണ് കേട്ടോ സ്കോട്ട്ലൻഡിൽ. പുറത്തിറങ്ങുമ്പോൾ നല്ല കാറ്റുമാണ്. തണുപ്പ് പൊതുവെ കുറച്ച് കൂടുതലാണ് സ്കോട്ട്ലൻഡിൽ. അതെപ്പോഴും മഞ്ഞ് പെയ്യുമ്പോഴും ആദ്യം ഇവിടെയാണ് പെയ്യാറ്. വയറാണ് വൈകണമെങ്കിൽ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ക്രോക്കറി സെറ്റുകളാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് സിൽവറിൻ്റെ കുറേ സെറ്റുകളുണ്ട്. അങ്ങനെ വെറൈറ്റി കളക്ഷൻസാണ് ക്രോക്കറി സെറ്റിൻ്റെ ഇവിടെ. എന്താണല്ലേ, എന്തോരം കളക്ഷനാണ് ഉറപ്പുള്ളത്. അതെ, അതാണ് വെള്ളിക്കരണ്ടി. ഫ്രണ്ട്സ്, ഈ യോട്ട് കണ്ടിട്ടുണ്ടല്ലോ, അന്തം വിട്ട് ഞാൻ നിൽക്കുവാണ്. അപ്പം നമുക്ക് അടുത്തൊരു വ്ളോഗിൽ ഇതിൻ്റെ ബാക്കിയെല്ലാം കാണിക്കാമേ. കാരണം എല്ലാം കൂടി ഇപ്പം തന്നെ 10-20 മിനിറ്റായി. അപ്പോൾ അടുത്ത വ്ളോഗിൽ ബാക്കി ഞങ്ങളുടെ സ്കോട്ട്ലൻഡിലെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.